നമസ്കാരം. എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ വമ്പായം. കുംഭക്കൂറുകാരുടെ ഫലമാണ് പറയാൻ പോകുന്നത്. ഔട്ടത്തിന്റെ പകുതി ചതയം ഒരു ചുറ്റാതീതം മുക്കാൽ ഭാഗം വരെയാണ് കുംഭക്കൂറ് എന്ന് പറയുന്നത്. കുംഭക്കൂറുകാർക്ക് ഈ വർഷത്തെ ഫലം എങ്ങനെയായിരിക്കും, എന്തൊക്കെ ഗുണം എന്തൊക്കെ ദോഷം എന്നെന്നാണ് പറയാൻ പോകുന്നത്. ആദ്യം ഏഴരാണ്ട് ശനിയുടെ കാര്യം പറയാം. കുംഭക്കൂറുകാർക്ക് കഴിഞ്ഞ കാലം കൊണ്ട് ഏഴരാണ്ട് ശനി എന്ന് പറയുന്നത് ഭയങ്കര ദോഷം പിടിച്ചൊരു സമയം. നമ്മളെ രാമനും ലക്ഷ്മണനും രാജ്യവും ഭരണവും എല്ലാം നഷ്ടപ്പെട്ടു വനത്തിൽ കയറിയ സമയം. അതിൽ മാർച്ച് വരെ ജന്മശനി എന്ന് പറഞ്ഞൊരു ദോഷമുണ്ട്. പിന്നെ 2027 10-ാം മാസം വരെ കുംഭക്കൂറുകാർക്ക് ഏഴരാണ്ട് ശനിയുണ്ട്. അപ്പം ഏഴരാണ്ട് ശനിയുടെ നടുവിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അതിഭയങ്കരമായ ദോഷം മാർച്ച് മാസം വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് ദോഷം മാറും. കാരണം ആദ്യത്തെ 2.5 കൊല്ലം ഒരു പഴക്കിൻ്റെ തിരിമാറ്റം കേൾക്കുന്ന സമയം. രണ്ടാമത്തെ 2.5 കൊല്ലം ഈ മാർച്ചിൽ മാറിക്കിട്ടും, 2025 മാർച്ച്. മൂന്നാമത്തെ 2.5 കൊല്ലം ഇത് 2027 ഒക്ടോബറിൽ മാറും. അപ്പോൾ കൊല്ലാതെ കൊല്ലണ സമയം ജന്മശനി എന്ന് പറയും. ഏഴാണ്ട് ശനി വന്നാൽ നാനാരോഗം, ഇന്നൊരു അസുഖം നാളെ അസുഖം മറ്റൊരു അസുഖങ്ങൾ പല അസുഖങ്ങളും, സുഖത്തിനും സാമ്പത്തികത്തിനും ദാമ്പത്യത്തിനും പുരോഗതിക്കൊക്കെ തടസ്സം, സ്ഥാനമാനങ്ങൾ നമുക്ക് കിട്ടേണ്ടുന്ന പൈസയും ഭാഗ്യവും അഭിവൃദ്ധികളൊക്കെ കിട്ടാനൊക്കെ തടസ്സം വരും. സ്ഥാനവും മാനവും ഒക്കെ പോകും. നമുക്ക് കിട്ടേണ്ടുന്ന പ്രൊമോഷൻ, സാലറി, മെച്ചം, സംഘം, സമുദായം, രാഷ്ട്രീയ രംഗങ്ങളിൽ കിട്ടേണ്ടുന്ന അധികാരങ്ങൾ, പ്രസിഡന്റ്, സെക്രട്ടറി, ഡയറക്ടർ, മാനേജർ, പ്രസിഡന്റ്, വലിയ പദവികളൊക്കെ കിട്ടാനുള്ള അവസരങ്ങൾ നമുക്ക് വന്നിട്ട് എനിക്ക് കിട്ടിയില്ല, എൻ്റെ പുറകെ വന്നവന് കൊടുത്തു, എനിക്ക് എന്തുകൊണ്ടാണ് തരാത്തത്, എനിക്ക് നല്ല സാലറി കിട്ടിയില്ല, അപ്പോൾ പിന്നീട് വന്നവന് സാലറി കൂടുതൽ, പ്രമോഷൻ കിട്ടി എന്നൊക്കെ പറഞ്ഞു നമ്മൾ കളയരുത്. കാരണം ഇത്രയും കാലം കൊടി പിടിക്കാനും അടികൊള്ളാനും നമ്മൾ നടന്നിട്ട് പാർട്ടിയിൽ തന്നെ പുറത്താക്കി കളഞ്ഞാൽ എന്നൊക്കെ തോന്നും. അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടണത് മതി, ഉള്ള അംഗീകാരങ്ങൾ മതി. കാരണം ഈ സമയത്ത് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിയിൽ നിന്ന് പോവും, അധികാരത്തിൽ നിന്ന് പോവും, ബിസിനസ്സിൽ നിന്ന് പോവും, പാർട്ണർമാർ പോവും, ഫ്രണ്ട്സ് പോവും, ലവർ പോവും, എല്ലാവരും പ്രശ്നങ്ങളായിട്ട് ജീവിതമേ തകർന്നു പോയെന്ന് നമുക്കന്ന് തോന്നണം. നല്ല അനുഭവം അങ്ങനെയാണ്. അതുകൊണ്ട് നമുക്കുള്ളത് മതി, ഓണം പോലെ ജീവിക്കാനെന്ന് വിചാരിക്കുക. ഏഴാണ്ട് ശനി വന്നാൽ നാനാരോഗം, പല പല അസുഖങ്ങളും, സുഖത്തിനും സാമ്പത്തികം ദാമ്പത്തികം പുരോഗതിക്ക് തടസ്സം, സ്ഥാനമാനം കൂട്ടേണ്ടുന്ന അധികാരം, പ്രതാപം, കീർത്തി ഇതൊക്കെ നഷ്ടപ്പെട്ടു. സ്ത്രീകളെ കൊണ്ടും ബന്ധുക്കളെ കൊണ്ടുമുള്ള സുഖം കിട്ടൂല. പെണ്ണുങ്ങളാണ് ഏറ്റവും ശത്രുക്കൾ. അവരുടെ ലവറും ഫ്രണ്ട്സൊക്കെ ഉള്ളവരെ സൂക്ഷിക്കണം. പെണ്ണുങ്ങളായിരുന്നാലും ആണുങ്ങളായിരുന്നാലും ചെറിയ പിടിച്ചക്കുറവുകളും കലഹങ്ങളും മരണത്തിൽ പോലും കലാശിക്കുന്ന വിരോധങ്ങളൊക്കെ ഉണ്ടായിപ്പോവും. നമുക്ക് മരിച്ചു കളഞ്ഞാൽ കൊള്ളാമെന്നും മറ്റുള്ളവരെ കൊല്ലണമെന്നും അടിക്കണമെന്നൊക്കെ തോന്നും. വെറുതെ വിടാൻ ഒരിക്കലും പറ്റൂലെന്നുകൊണ്ട് വാശി, അഹങ്കാരമൊക്കെ കൂടും. വിനാശകാലെ ബഹുവിധ ബുദ്ധി എന്നാണ്. നമുക്ക് എന്ത് നല്ല ബുദ്ധിയും കഴിവും ഉണ്ടെങ്കിലും നമ്മൾ ചെയ്യുന്ന പരിപാടികൾ നമുക്ക് പോലും നാശം ചെയ്യുന്ന തരത്തിലായി ചെയ്യും. അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിച്ചും ബിസിനസ്, ഏജൻസി, കോൺട്രാക്ടർ, മുതലാളി എല്ലാവരെയും നമ്മൾ സ്നേഹിച്ച് ബഹുമാനിച്ചു ഉള്ളതിനെ നിലനിർത്തുകയും പുതിയ പരിപാടികൾ, ബിഗ് ബഡ്ജറ്റ് പ്രോജക്റ്റുകളൊക്കെ നമുക്ക് വലിയ മുതൽമുടക്കൊന്നും ഇല്ലാതെ ഉള്ള പരിവർത്തനം നമ്മൾ പ്രവർത്തിച്ചാൽ നല്ലത് വരും. എന്നാൽ വേഗഗ്രഹം ഈ കൊല്ലം 4-ലും അടുത്ത കൊല്ലം 5-ലും വരുന്ന സമയമാണ്. വേഗം 4 നിൽക്കുമ്പോൾ ക്ഷേത്രങ്കോ ശയനാസനാനി സുഖം വിദ്യേഷാമി ലാഭോ ഭാവിക്കുന്നു. വീട് വയ്ക്കാൻ, വസ്തു വായിക്കാൻ, കൃഷി ആൾക്കാരെയൊക്കെ കിട്ടും. യഥാർത്ഥത്തിൽ കൃഷിക്കാരോ പൗൾട്രി ഫാം, ഡയറി ഫാം ഇതൊക്കെ ചെയ്യുന്നവർ, ബിസിനസ്സുകാർക്ക്, ഹോട്ടൽ ബിസിനസ്സുകാർ അതൊക്കെ ചെയ്യുന്നവർക്ക് നല്ല പൈസയും ഭാഗ്യമൊക്കെ കിട്ടും. അങ്ങനെ ആ 4-ലിരിക്കുമ്പോൾ വീട്, വസ്തു, കെട്ടിടം, വാഹന പൂർത്തി, നല്ല ഐശ്വര്യങ്ങളൊക്കെ കിട്ടും. 5-ൽ വരുമ്പോഴാ മക്കൾക്കും നല്ലത് വരും. പുത്രസ്യ ലാഭോ അഥവാ ആരോഗ്യം തീ പ്രതിബോധയേശ മനസന്തുഷ്ടിച്ച പുണ്യോദയം. നല്ല മക്കൾ പിള്ളേർക്ക് നല്ലത് വരും. മക്കൾ പഠിക്കുന്നില്ലെന്നുള്ള വിഷമമൊക്കെ മാറും. മക്കൾ നല്ല സ്നേഹവും ബഹുമാനവും ഇഷ്ടവും കാണിക്കും, നമ്മൾ പറയണ കേൾക്കും. മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാവും, ഉള്ള മക്കൾക്ക് നല്ലത് വരും.
അഥവാ ആരോഗ്യം, നമ്മുടെ അസുഖങ്ങൾ മാറി നല്ല ആരോഗ്യമുള്ള ആളായിത്തീരും. മനസ്സന്തോഷിച്ച മനസ്സിന് സന്തോഷം, പ്രതിഭാശാലിയാവുന്നതാണ്. അതാ പ്രതിഭ, നമ്മൾ കലയും കായിക മേഖലയിലൊന്നും പോകണില്ലല്ലോ, പിന്നെ എങ്ങനെ പ്രതിഭാവുന്നു? നിങ്ങൾ ബിസിനസ്സാണെങ്കിൽ അതിൽ മെച്ചം കിട്ടും, കൃഷിക്കാരണെങ്കിൽ അതിൽ മെച്ചം കിട്ടും. നിങ്ങൾ മത്സരത്തിനും പരീക്ഷത്തിനും പോയില്ലെങ്കിലും ചെയ്യുന്ന പ്രവൃത്തിയിൽ ഉന്നതമായ നേട്ടങ്ങളും അംഗീകാരങ്ങളും ഐശ്വര്യങ്ങളും അവാർഡുകളും ഒക്കെ കിട്ടും, സ്ഥാനമാനങ്ങളൊക്കെ കിട്ടും. മനസ്സന്തോഷവും പുണ്യവും കിട്ടും. പാവമല്ല, പുണ്യം കിട്ടും, നല്ലത് ചെയ്യാനുള്ളത്. അപ്പോൾ വേഴത്തിൻ്റെ സഞ്ചാരകാലം ഈ വർഷവും അടുത്ത വർഷമൊക്കെയുള്ള ശനി മാസത്തോടുകൂടി മാറി കിട്ടുമ്പോൾ ജന്മശനി മാറും. വീണ്ടും നമുക്ക് 2.5 കൊല്ലം ഉണ്ടെങ്കിൽ അത് നമുക്ക് കുറച്ച് ദോഷമേ ഉള്ളൂ, വലിയ ദോഷം ബാധിക്കില്ല. കാരണം ഏഴാണ്ട് ശനിയുടെ ആ ജന്മശനി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 2.5 കൊല്ലം ഒരു വടക്കിൻ്റെ തിരിമാത്രം കത്തണ സമയം, രണ്ടാമത്തെ 2.5 കൊല്ലം വടക്ക് തീ പിടിച്ച് വടക്ക് പൊട്ടിത്തെറിക്കുന്ന അപകടവും അപായപൂർണ്ണമാക്കും. മൂന്നാമത്തെ 2.5 കൊല്ലം വടക്ക് പൊട്ടിത്തെറിച്ചാൽ പിന്നെ പുകയാവി പോകുന്ന സമയം. പൊട്ടിത്തെറിക്കുന്ന ഭാഗം നമുക്ക് ഈ മാർച്ച് വരെ പോകുള്ളൂ, അത് കഴിയുമ്പോൾ നല്ലത് വരും. അതുകൊണ്ട് ശാസ്താവ്, ഹനുമാൻ, മുരുകൻ ഇവരെയൊക്കെ ഭജിക്കണം, കാലഭൈരവനെ ഭജിക്കണം, ശിവനെ ഭജിക്കണം, കുടുംബദേവന്മാരെ എപ്പോഴും ഭജിക്കണം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ദോഷങ്ങൾ, ദുരന്തങ്ങൾ, ദുരിതങ്ങൾ, എല്ലാ വിഷമതകളും നമുക്ക് മാറി നല്ലത് വരാനുള്ള ചാൻസ് ഉണ്ടാകും. ജാതകം കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കണം. ജാതകത്തിൽ നല്ല സമയമാണെങ്കിൽ ഈ ഏഴാണ്ട് ശനി, ജന്മശനി ഒന്നും കൂടുതൽ ബാധിക്കില്ല. അതേസമയം ജാതകത്തിലും വല്ല ആദിത്യ ദശ, കേതു ദശ, ശനി ദശ കുഴപ്പങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ ആ ദോഷവും ഈ ദോഷവും ഇരട്ടി ദോഷമായിട്ട് പറയും. ജാതകത്തിൽ നല്ല സമയമാണെങ്കിൽ ഈ ദോഷത്തിന് പരിഹാരം ചെയ്യുമ്പോൾ തന്നെ ഫലങ്ങൾ നല്ല രീതിയിൽ കിട്ടി നമുക്ക് മെച്ചപ്പിടിച്ച ജീവിതം നേട്ടങ്ങൾ. നിങ്ങൾ വാഹനം ഓടിക്കുന്ന സൂക്ഷിക്കുക. ചെറിയ അസുഖം വന്നാലും ആശുപത്രിയിൽ മരുന്നും മന്ത്രവും വേണം. നവഗ്രഹ പൂജ, മൃത്യുഞ്ജയവും ഐശ്വര്യ പൂജയൊക്കെ ചെയ്യണം. കാരണം ചെറിയ അസുഖങ്ങൾ പെട്ടെന്നായിരിക്കും വരുന്നത്. കാലിലൊരു നീര് വന്നു, ഒരു ചെറിയ കുരു വന്നു, പഴുത്ത് പൊട്ടി, ഇങ്ങനെ കാലിനും പിന്നെ മുട്ടിനും നടുവിനൊക്കെയാണ് ശനി പിടിക്കുമ്പോൾ നമുക്ക് രോഗിയെ പോലെ ആയിരിക്കും. നമ്മൾ ഒരു കുഴപ്പത്തിൽ വണ്ടി ഓട്ടിക്കാനോ വീട്ടിലേക്കോ ഒടുവിനോ ഒന്നും പോയില്ലെങ്കിൽ ഒരു കുരു വന്നങ്ങ് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് തന്നെയാണ് പ്രശ്നം. അപ്പം ഇങ്ങനെ പല അസുഖങ്ങളും വന്നതാണ്. അതുകൊണ്ട് മരുന്നും മന്ത്രവും, ഈശ്വരഭക്തി, സ്നേഹബഹുമാനത്തോടു കൂടിയുള്ള രീതികൾ, എല്ലാവരോടും ഇഷ്ടമായിട്ടുള്ള രീതി, നമുക്ക് കിട്ടണ ഭാഗ്യങ്ങൾ വലുതാണെങ്കിലും ചെറുതാണെങ്കിലും നഷ്ടപ്പെടുത്താതെ പുതിയ അവസരങ്ങൾ കിട്ടാൻ വേണ്ടി പരിശ്രമിച്ച്, നേട്ടം കിട്ടാൻ വേണ്ടി, പുതിയ ജോലി കിട്ടാൻ വേണ്ടി പരിശ്രമിക്കുകയും ഉള്ള ജോലി നഷ്ടപ്പെടാതെ പുതിയ ജോലി കിട്ടുന്നത് വരെ രക്ഷപ്പെടാനുള്ളത് മാർഗമായിട്ടും ഉപാധിയായിട്ടും അങ്ങനെ കണ്ടുകൊണ്ട് പ്രവർത്തിച്ച ദോഷമതകൾ, ദുരിതങ്ങൾ, ദോഷങ്ങൾ എല്ലാം മാറി നല്ലത് വരും. കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ എല്ലാ അമാവാസി തോറും നട തുറന്നിരിക്കും. രാവിലെ ഗണപതി പൂജ, 10 മണിക്ക് മൃത്യുഞ്ജയ ഹോമം, 4 മണിക്ക് യമരാജ പൂജ, 5 മണിക്ക് ഭദ്രകാളി പൂജ, 6 മണി to 7 മണി വരെ വിവിധ തരം പാല്, തൈര്, വെണ്ണ, കുങ്കുമം, ഭസ്മം, പുഷ്പം മുതലായ സാധനങ്ങൾ കൊണ്ടുള്ള അഭിഷേകങ്ങൾ, അർച്ചനകൾ, ആരതികളൊക്കെ വന്ന് തൊഴുക ഏറ്റവും നല്ലതാണ്. അങ്ങനെ നിങ്ങൾക്കും കുടുംബത്തിനും സന്താനാദി സഹോദരാദി ബന്ധുക്കൾക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.